ഉപയോഗിച്ചുള്ള പേയ്മെൻറ്റ് ഇപ്പോൾ സർവ്വസാധാരണമായി കഴിഞ്ഞു. പെട്ടിക്കടയിൽ പോലും നമുക്കിപ്പോൾ UPI ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ നിരവധി UPI ആപ്പുകൾ നമുക്ക് പരിചിതമാണ്. എന്നാൽ നമുക്ക് UPI ID ഉണ്ടാക്കണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച് ഫോൺ നമ്പറും വേണമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇനി മുതൽ സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും UPI ഉപയോഗിക്കാനാകും. UPI ആപ്പുകളിലൂടെ പണമിടപാട് നടത്താനുമാകും. എന്നൊക്കെ പറഞ്ഞാലോ, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും UPI ഉപയോഗിക്കാനാകുന്ന പുതിയ സംവിധാനമാണ് റിസർവ് ബാങ്കും നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. UPI സർക്കിൾ എന്നതാണ് പുതിയ സംവിധാനത്തിൻ്റെ പേര്. ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള ആൾ ഉപയോഗിക്കുന്ന UPI അക്കൗണ്ടിന് മറ്റു ഉപഭോക്താക്കളെ, അതായത് സെക്കൻഡറി യൂസറെ അനുവദിക്കുന്ന സംവിധാനമാണ് UPI സർക്കിൾ. ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് പോലുള്ള സ്ട്രീമിംഗ് ആപ്പുകൾ ഒരു സബ്സ്ക്രിപ്ഷന് തന്നെ മൾട്ടിപ്പിൾ യൂസറെ അനുവദിക്കുന്നത് പോലൊരു സംവിധാനം. ഒരാളുടെ അക്കൗണ്ടിലെ നിശ്ചിത തുക മറ്റൊരാൾക്ക് UPI വഴി ഉപയോഗിക്കാൻ ഈ സംവിധാനം സൗകര്യമൊരുക്കും. സാധാരണ UPI ഉപഭോക്താക്കൾ നടത്തുന്ന പണമിടപാടുകളിൽ 6% മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയായിരിക്കും. അതായത് ഒരു കുടുംബനാഥൻ നടത്തുന്ന 6% പണമിടപാടുകൾ വീട്ടിലെ കുട്ടികൾക്കും മറ്റംഗങ്ങൾക്കും വേണ്ടിയുള്ളതാകും. പുതിയ സംവിധാനത്തിലൂടെ കുട്ടികൾക്കും മറ്റംഗങ്ങൾക്കും തങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ കുടുംബനാഥൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് അവരുടെ ഇടപാട് നടത്താനാകും എന്ന് ചുരുക്കം. പക്ഷേ പണക്കൈമാറ്റത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം അക്കൗണ്ട് ഉടമയ്ക്ക് തന്നെയാകും. എത്ര തുക വരെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാമെന്ന് അക്കൗണ്ട് ഉടമയ്ക്ക് നിശ്ചയിക്കാം. അതിനാൽ പണം അറിവില്ലാതെ നഷ്ടമാകുമെന്ന പേടി വേണ്ട. ഇതിന് ഫുൾ ഡെലിഗേഷൻ, പാർഷ്യൽ ഡെലിഗേഷൻ എന്നിങ്ങനെ 2 രീതികളുണ്ടാകും. പാർഷ്യൽ ഡെലിഗേഷനിലൂടെ സെക്കൻഡറി ഉടമയ്ക്ക് ഓരോ ഇടപാടുകളും അക്കൗണ്ട് ഉടമയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നടത്താനാകൂ. ഉദാഹരണത്തിന്, സെക്കൻഡറി യൂസറായ മകൻ തൻ്റെ UPI ആപ്പ് ഉപയോഗിച്ച് QR സ്കാൻ ചെയ്ത് പണമിടപാടിന് ശ്രമിക്കുമ്പോൾ അത് പേയ്മെൻറ്റ് റിക്വസ്റ്റായി അക്കൗണ്ട് ഉടമയായ അച്ഛൻ്റെ ഫോണിലെത്തും. അച്ഛൻ UPI പിന്നെ ടൈപ്പ് ചെയ്ത് അനുമതി നൽകിയാൽ മാത്രമേ പണമിടപാട് പൂർത്തിയാക്കാനാകൂ. ഇത്തരത്തിൽ നടത്തുന്ന ഓരോ ഇടപാടുകളും ഉടമയുടെ സമ്പൂർണ്ണ മേൽനോട്ടത്തിലായിരിക്കും. ഫുൾ ഡെലിഗേഷനിലാണെങ്കിൽ ഒരു മാസം ഒരാൾക്ക് ഉപയോഗിക്കാവുന്ന പരമാവധി തുക അക്കൗണ്ട് ഉടമയ്ക്ക് നിശ്ചയിക്കാം. ഇങ്ങനെ നിശ്ചയിക്കുന്ന തുകയിൽ നിന്ന് ഇടപാട് നടത്തുമ്പോൾ ഓരോ തവണയും അക്കൗണ്ട് ഉടമയുടെ അനുമതി തേടേണ്ടതില്ല. 15,000 രൂപ വരെ അക്കൗണ്ട് ഉടമയ്ക്ക് നിശ്ചയിക്കാനാകും. ആ തുകയ്ക്ക് മുകളിൽ പണമെടുക്കാൻ സെക്കൻഡറി യൂസറിന് സാധിക്കില്ല. ഒരു തവണ പരമാവധി 5,000 രൂപ വരെ മാത്രമേ സെക്കൻഡറി യൂസറിന് ഇടപാട് നടത്താൻ കഴിയൂ. ഒരു UPI അക്കൗണ്ട് ഉടമയ്ക്ക് പരമാവധി 5 പേരെ സെക്കൻഡറി യൂസറാക്കി മാറ്റാനാകും. എന്നാൽ ഒരു സെക്കൻഡറി യൂസറിന് അയാളുടെ ആപ്പ് ഉപയോഗിച്ച് ഒരു അക്കൗണ്ട് ഉടമയിൽ നിന്ന് മാത്രമേ പണം സ്വീകരിക്കാനാകൂ. ഉടൻ തന്നെ UPI സർക്കിൾ സേവനം വിവിധ UPI ആപ്പുകളിൽ ലഭ്യമായി തുടങ്ങും. മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.